ഇപ്പോൾ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം ഈ വൈകിയ വേളയിലും കൃത്യമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് പ്രേക്ഷകരോട് വ്യക്തമാക്കാനുള്ളത്. ഈ വൈകിയ വേളയിൽ പോലും യാതൊരു ക്ഷീണവുമില്ലാതെ അക്ഷീണരായിക്കൊണ്ട് തന്നെയാണ് രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള സൈനികർ മദ്രാസ് സേപ്പേഴ്സിൻ്റെ 2 കമ്പനി സൈനികർ ഇവിടെ ബെയിലി പാലം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. സൈനികർ മാത്രമല്ല, സൈനികർക്ക് പിന്തുണയുമായി ഇവിടെ ഇത്തരത്തിൽ TDRFൻ്റെ വളണ്ടിയർമാരുമുണ്ട്, അത്തരത്തിൽ പ്രദേശവാസികളുണ്ട്, പ്രദേശത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ട്, KCB ജീവനക്കാരുണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ജോലി ചെയ്യുന്ന ആളുകളെയും ഇപ്പോൾ തൊട്ടു മുൻപ് സൈന്യം വിളിച്ചു വരുത്തിയിരുന്നു. ഇത്തരത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കമ്പി വേലികളും അതുപോലെ തന്നെ ഇരുമ്പ് കമ്പികളും കട്ട് ചെയ്ത് മാറ്റാനായി സാധാരണക്കാരായിട്ടുള്ള ഇൻഡസ്ട്രിയൽ തൊഴിലാളികളെ പോലും ഇവിടെ എത്തിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിരുന്നു. എന്തായാലും ബെയിലി പാലം നാളെ പുലർച്ചയോടുകൂടി പൂർത്തിയാക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ സൈന്യം മുന്നോട്ടേക്ക് പോകുന്നത്. നമ്മൾക്ക് കാണാം, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വെളിച്ചം. ഇത്തരത്തിൽ ഇപ്പോൾ ഇവിടെ നദിയുടെ തൊട്ടരികിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ വെളിച്ചം എത്തിക്കുന്നത് വലിയ പരിമിതികളുണ്ട്. നേരത്തെ മന്ത്രി കൃഷ്ണൻകുട്ടി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ദുരന്ത ഭൂമിയിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന സമയത്ത് ചില അപകടങ്ങൾ പതിയിരിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വൈദ്യുതി വീണ്ടും എത്തരത്തിൽ കണക്ഷൻ കൊടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥയുള്ളത്. അതുകൊണ്ട് തന്നെ പരിമിതമായ വെളിച്ചം ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ പോലും ഇത്തരത്തിൽ ക്ഷീണമില്ലാത്ത തോതിലാണ് ഇപ്പോൾ സൈനികരിവിടെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു എന്ന് തന്നെ നമ്മൾക്ക് ഒരു പക്ഷേ പറയേണ്ടി വരും. എന്തായാലും ിക്കുന്നത് ബെയിലി പാലം നാളെ അത് പൂർണ്ണ സജ്ജമാകും. ഇപ്പോഴും പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. 24 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലമാണ് അവിടെ നിർമ്മിക്കാൻ പോകുന്നത്. അത് നമ്മുടെ സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് ആ പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. കണ്ണൂർ വിമാനത്താവളം വഴിയാണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഡൽഹിയിൽ നിന്നുൾപ്പെടെ എത്തിക്കുന്നത്. നിർമ്മാണ സാമഗ്രികൾ ഇപ്പോൾ പാലത്തിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാരംഗ്, ഇതിന്റെ 24 ടൺ ഭാരം വഹിക്കാനുള്ള ശേഷി ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് ഈ പാലത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അവിടെ ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ. മുൻകാലങ്ങളിലും കേരളത്തിൽ ഇത്തരത്തിൽ വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ സമയത്ത് സ്ഥിരമായിട്ടുള്ള ഇത്തരത്തിൽ വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്ന വലിയ പാലങ്ങളൊക്കെ തന്നെ തകർന്നു പോകുന്ന സമയത്ത് ഇത്തരത്തിൽ സൈന്യമുണ്ടാക്കിയ ബെയിലി പാലങ്ങളായിരുന്നു ഏതു കാലത്തും രക്ഷാദൗത്യത്തിൽ നിർണായകമായി മാറിയത്. ഇത്തവണയും ഇവിടെ ചരിത്രം ആവർത്തിക്കുകയാണ്. ബെയിലി പാലത്തിൻ്റെ പണി അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നാളെ സൈന്യത്തിൻ്റെ ട്രക്കുകളടക്കം അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ രീതിയിൽ കെട്ടിടാവശിഷ്ടങ്ങളൊക്കെ തന്നെ മാറ്റി പൂർണ്ണമായ തോതിൽ മുണ്ടക്കൈയിലും അതുപോലെ തന്നെ മുന്നോട്ടേക്ക് അട്ടമലയടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ തിരച്ചിൽ നടത്തുന്നതിന് സർവ്വസജ്ജമായിട്ടുള്ള വാഹനങ്ങൾ ബെയിലി പാലത്തിലൂടെ നാളെ അതിരാവിലെ തന്നെ കടന്നു പോകും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ സൈനികരുള്ളത്. എന്തായാലും ഇനി വരുന്ന മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസാനത്തെ ജീവനെ വരെ ഇവിടെ എത്തിക്കും എന്നുള്ള ഒരു ഉറപ്പ് ഇപ്പോൾ ഇവിടെയുള്ള സൈനിക ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ കുടുംബാംഗങ്ങളെ കാണാതെ വിഷണ്ണരായി നിൽക്കുന്ന ആളുകളോടൊക്കെ നൽകുന്നുണ്ട്. ഇനി ഈ മണ്ണിനടിയിൽ സ്വന്തം നാട്ടിൽ സ്വന്തം വീട് പോലും തകർന്ന്, തൻ്റെ സ്വപ്ന ഭവനങ്ങൾ പോലും തകർന്ന് അതിന് അടിയിൽ അവസാന ശ്വാസത്തിന് വേണ്ടി പിടഞ്ഞ് പ്രാണൻ നഷ്ടപ്പെട്ടു പോയവരെ ഏറ്റവും ഒടുവിലായി ഉറ്റവരുടെയും ഉടയവരുടെയും അടുത്തെത്തിക്കാനുള്ള അവരുടെ അന്ത്യയാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെ അവർക്കുള്ള അന്ത്യയാത്ര സാരംഗിലേക്ക് മടങ്ങിയെത്താം. നമുക്ക് അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തായാലും വേണം. അവിടെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രിയിൽ ഇപ്പോൾ തന്നെ സമയം 10 മണി പിന്നിട്ടുണ്ട്. ഈ രാത്രിയിലും അഹോരാത്രം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന്, സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് രക്ഷാപ്രവർത്തകരൊക്കെ സജ്ജമായി തന്നെ സംയുക്തമായി ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൂരൽമലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് സാരംഗ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്.